യുക്രൈനെ മുറുകെ പിടിക്കുന്നു. റഷ്യൻ അധിനിവേശം കൊടുമ്പിരി കൊണ്ടപ്പോൾ എല്ലാം തകർന്ന് തരിപ്പണമായ ആ രാജ്യത്തെ നോക്കി ശതകോടീശ്വരൻ ഇലോൺ മസ്ക് പറഞ്ഞു. പരമ്പരാഗത ഇന്റർനെറ്റ് ശൃംഖലകളെല്ലാം മുറിഞ്ഞ് നിസ്സഹായമായ യുക്രൈനിലേക്ക് മസ്ക് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനമായ സ്റ്റാർലിങ്ക് എത്തിച്ചു. ഒരൊറ്റ ട്വീറ്റ് കൊണ്ട് മസ്ക് യുക്രൈനിൽ ഹീറോയായി. എന്നാൽ 3 വർഷങ്ങൾക്കിപ്പുറം യുക്രൈനുകാരെ പേടിപ്പിച്ചും അധിക്ഷേപിച്ചും സീറോയാണ് മസ്ക്. യുക്രൈൻ സൈന്യത്തിന്റെ നട്ടെല്ലാണ് എൻ്റെ സ്റ്റാർലിങ്ക് സംവിധാനം. ഞാനത് നിർത്തിവെച്ചാൽ മുഴുവൻ പ്രതിരോധ നിരയും തകർന്നടിയും എന്നാണ് മസ്കിന്റെ മുന്നറിയിപ്പ്. സ്റ്റാർലിങ്ക് സേവനം നിർത്തിയാൽ അവസരം മുതലാക്കാൻ യൂറോപ്യൻ എതിരാളി പാത്തുനിൽപ്പുണ്ട്. മസ്ക് അതിബുദ്ധി കാട്ടിയാൽ ഒരുപക്ഷെ യൂട്ടൽസാറ്റ് കയ്യടി കൊണ്ടുപോകും. യൂറോപ്പിനായി ഒരു ഉപഗ്രഹ അധിഷ്ഠിത ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനുമായി 17 യൂറോപ്യൻ രാജ്യങ്ങൾ ചേർന്ന് 1977 സ്ഥാപിച്ച യൂറോപ്യൻ ടെലികമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഓർഗനൈസേഷനാണ് യൂട്ടൽസാറ്റ്. യൂട്ടൽസാറ്റിന്റെ അനുബന്ധ സ്ഥാപനമായ യൂട്ടൽസാറ്റ് വൺ വെബ് സ്റ്റാർലിങ്കിന് സമാനമായി ഇന്റർനെറ്റ് കണക്ടിവിറ്റി നൽകുന്നതിന് ലോ എർത്ത് ഓർബിറ്റ് ഉപഗ്രഹങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി അവസാന വാരം ട്രംപും സെലൻസ്കിയും തമ്മിലുണ്ടായ പരസ്യ പോരിന് ശേഷം യൂട്ടൽസാറ്റിന്റെ ഓഹരി വിലയിൽ 4 ഇരട്ടിയിലധികം വർധനയുണ്ടായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. യുക്രൈനിൽ മസ്കിന്റെ സ്റ്റാർലിങ്കിന് പകരക്കാരനാകാൻ യൂട്ടൽസാറ്റിന് സാധ്യതയുണ്ടെന്ന സൂചനകൾക്ക് പിന്നാലെയായിരുന്നു ഇത്.